ഗലീല കടപ്പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ദിവസത്തെ ധ്യാനം. വിക്കനായ ചെകിടനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും യേശു തമ്പുരാൻ അവനെ സുഖപ്പെടുത്തിയതുമാണ് ഈ വേദഭാഗത്തെ പ്രധാന ധ്യാനം. അവൻ്റെ മേൽ കൈവയ്ക്കണം എന്നാണ് ജനം യേശു തമ്പുരാനോട് ആവശ്യപ്പെടുന്നത്. പ്രധാന തീമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഭാഗം ഒന്ന് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരബദ്ധം സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യേശു തമ്പുരാൻ സൗഖ്യദായകനാണ്, അവൻ സൃഷ്ടാവാണ്, പരിപാലകനാണ്. അവൻ്റെ അടുക്കലേക്ക് വരുന്നവർക്കൊക്കെ അനുഗ്രഹം ലഭിക്കും. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ്റെ അടുക്കലേക്ക് വന്ന ജനം ആവശ്യപ്പെടുന്നു അവൻ്റെ മേൽ, ഈ രോഗിയുടെ മേൽ കൈവയ്ക്കണം എന്ന്. യേശു ജനം ആവശ്യപ്പെട്ടതുപോലെയല്ല അവനെ സൗഖ്യമാക്കിയത്. യേശു ചെയ്തത് അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി, അവൻ്റെ നാവിനെ തൊട്ട്, സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരു വാക്കുച്ചരിച്ചു, എഫഥ, തുറന്നു വരിക. ഇവിടെ പറഞ്ഞതുപോലെ ഒരു സുറിയാനി അറമായ ഭാഷയാണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയിലെ ഒരു അബദ്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം യേശു തമ്പുരാൻ സൗഖ്യദായകനാണ് എന്ന്, യേശു തമ്പുരാൻ അനുഗ്രഹങ്ങൾ നൽകുന്നവനാണെന്ന് നമുക്കറിയാം. ആ യേശുവിനോട് എങ്ങനെ സൗഖ്യമാക്കണമെന്ന് നാം നിർദ്ദേശിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ വന്ന് ജനം പറയുന്നത് അവൻ്റെ മേൽ കൈവച്ച് അവനെ സൗഖ്യമാക്കണമെന്നാണ്. എന്നാൽ ദൈവത്തിന് നമ്മെ സൗഖ്യമാക്കുന്നതിന് ഒരു മെത്തഡോളജിയുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും രീതിശാസ്ത്രമല്ല അത്. ദൈവം എങ്ങനെ അനുഗ്രഹങ്ങൾ നൽകണമെന്നും സൗഖ്യം നൽകണമെന്നും ദൈവത്തോട് നിർദ്ദേശിക്കുവാനുള്ള അധികാരം നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ഈ കാലഘട്ടത്തിലെ ഒരു പ്രതിസന്ധി അതാണ്. നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി നാം എപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അതങ്ങനെയല്ല എന്ന് വേദപുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇത് അതിനൊരു ഉദാഹരണം മാത്രമായതിനാൽ ഞാനൊന്ന് പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പ്രധാന ചിന്താവിഷയം എഫഥ, തുറന്നു വരിക എന്നാണ്. നിങ്ങൾ എന്നോട് വിരോധിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ സന്ധ്യയിൽ ഈ പ്രബോധന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് തുറന്നു വരുന്നതിനെക്കുറിച്ചല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, അടച്ചു വെക്കുന്നതിനെക്കുറിച്ചാണ്. സ്വാഗതം ആശംസിച്ച അച്ഛനും അഭിവന്ദനായ തിരുമേനിയുമൊക്കെ തുറന്നു വരുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഞാനത് രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിച്ചു. എനിക്ക് ആദ്യ ഭാഗത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത് അടച്ചു വയ്ക്കുന്നതിനെ കുറിച്ചാണ്. ബി ക്ലോസ്ഡ്. എന്താണ് അടച്ചു വെക്കേണ്ടത്? ഈ ആധുനിക കാലഘട്ടത്തിൽ അടച്ചു വെക്കേണ്ട 5 വാതിലുകളെ കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. പുതിയതായി ആശയങ്ങളൊന്നുമില്ല. എന്നാൽ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി അതൊന്ന് ധ്യാനിക്കുവാനായിട്ട് വേണം ഈ ഭാഗത്തെ വേർതിരിക്കുവാനായിട്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നാം ചൊല്ലുന്നത് പോലെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട
വാതിലുകൾ അടയ്ക്കണം, കണ്ണടയ്ക്കണം, ചെവി അടയ്ക്കണം, വായടയ്ക്കണം, മൂക്ക് അടയ്ക്കണം, ത്വക്ക് വിശാലമായി കിടക്കണം, പക്ഷേ അടയപ്പെടണം. കാരണം ഈ 5 വാതിലൂടെ, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അശുദ്ധി ദൈവമന്ദിരമായ എന്നെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ അശുദ്ധമാക്കുന്നതിനാൽ ഈ 5 വാതിലുകൾ അടയ്ക്കണം. അപ്പോഴേ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഒരടക്കമുണ്ടാകണം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇത് പറയുമ്പോഴും നമുക്കൊരു തെറ്റായ ധാരണയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, നമ്മുടെ ഭവനങ്ങളിലൊക്കെ വളർത്തുമൃഗങ്ങളും പക്ഷികളുമൊക്കെ കൂട്ടിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നത് പോലെ എൻ്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ഒരാത്മാവാണോ നമ്മുടെ ചിന്ത? അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിൻ്റെ തടവറയിൽ ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണോ? അല്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും വ്യാപരിക്കുന്നുണ്ട്. അതല്ലാതെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും പറയുമ്പോൾ ആത്മാവ് ബന്ധനത്തിലായി, എൻ്റെ ഉള്ളിൽ തടവറയിലായി എന്നൊരിക്കലും ചിന്തിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിൻ്റെ വ്യാപാരമുള്ള ശരീരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടണം. അതിനുള്ള പ്രഥമമായ മാർഗമാണ് ശരീരത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുക എന്നത്. നമ്മുടെ സൂത്താറ നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ എന്ന്. നമുക്കെല്ലാവർക്കും ഒരു വാച്ച്, ഒരു കാവൽ മാലാഖ ആവശ്യമാണ്. എൻ്റെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട വാതിലുകൾക്കൊക്കെ കാവൽ മാലാഖമാർ ഉണ്ടാകണം. അതല്ല എങ്കിൽ ഈ വാതിലുകളിലൂടെ അശുദ്ധി എൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെയും അതിൻ്റെ വ്യാപാരത്തെയും അത് ബാധിക്കുകയും തടസ്സപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് അലോപ്പതി തന്നെയാണ്, ഹോമിയോപ്പതി അല്ല. ഹോമിയോപ്പതി നമുക്കറിയാം, ഇറ്റ് ടേക്സ് ടൈം, ഇത് കുറേ സമയമെടുത്താണ്. അലോപ്പതി എന്ന് പറഞ്ഞാൽ അപ്പോൾ റിസൾട്ട് ഉണ്ടാകുന്ന വിധത്തിലാണ്. ഈ ആത്മീയ ജീവിതത്തിൽ വാതിലുകൾ അടയ്ക്കുക എന്നുള്ളത് ഒരു സ്ലോ പ്രോസസ് അല്ല. പിന്നെയോ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായും ഉടനടി ചെയ്യേണ്ട ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ വാതിലിലൂടെയും വല്ലാതെ അശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ വാതിൽ കണ്ണാണ്. നമ്മുടെ പ്രധാന പ്രതിസന്ധി നമ്മുടെ കാഴ്ചയാണ്. നമുക്കിന്ന് കാഴ്ചകളേ ഉള്ളൂ, ദർശനം കുറഞ്ഞുപോയി. കാഴ്ചകൾ എവിടെ കൂടുന്നുവോ അവിടെ ദർശനം കുറയും. വേദപുസ്തകത്തിൽ കൃത്യമായി അത് നമ്മോട് പറയുന്നുണ്ട്. കുരുടനായ മനുഷ്യന് ബാഹ്യമായ കാഴ്ച ഉണ്ടായിരുന്നില്ല, പക്ഷെ അവന് ദർശനമുണ്ടായി. കടന്നു പോകുന്ന യേശു തമ്പുരാനോട്, യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിക്കുവാൻ തക്കവണ്ണമുള്ള
ഒരു ദർശനവും ഒരു ഉൾക്കാഴ്ചയും അവനുണ്ടായി എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നത് തന്നെയാണ്. നമ്മുടെ കണ്ണുകൾ വല്ലാതെ തുറന്നിരിക്കുന്നു. കാഴ്ചകളെ നിരോധിക്കുവാനായിട്ട് നാം മടിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ കാഴ്ചകൾ കൂടുന്നിടത്ത് ദർശനങ്ങൾ കുറയുന്നു. അതിനാൽ തന്നെ കണ്ണുകൾ അടയ്ക്കുവാൻ ഈ രാത്രിയിൽ നാം തീരുമാനിക്കണം. എപ്പോഴാണ് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്? അത് നാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ബാല്യത്തിൽ തന്നെ കാഴ്ചകൾ ആരംഭിക്കുന്നതാണ്. എൻ്റെ ബാല്യത്തിലും ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും ബാല്യത്തിലും ഒരു കുഞ്ഞ് കരഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം വെച്ച് തരുമായിരുന്നു. അല്ലെങ്കിൽ നമ്മെ പുറത്തോട്ടെടുത്തുകൊണ്ട് പോയി ഒരു കാക്കയെ കാണിക്കുമായിരുന്നു. വൃക്ഷങ്ങളുടെ ഫലങ്ങളോ പൂവുകളോ കാണിക്കുമായിരുന്നു. ഇന്നെന്താ? ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങിയാൽ ആദ്യം, അത് ഞാൻ പറയും, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കരയുന്ന കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നാം വെച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുകളാണ്. കാരണം മാതാപിതാക്കൾ വളരെ തിരക്കാണ്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നതിനാൽ അപ്പനും അമ്മയും തിരക്കായിരുന്നെങ്കിൽ പോലും വല്യപ്പനും വല്യമ്മയും നമ്മെ ഒന്ന് എടുക്കുവാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കരച്ചിൽ കേൾക്കുവാനായിട്ടുണ്ടായിരുന്നു. നമ്മെ ഒന്ന് താരാട്ട് പാടുവാനായിട്ടുണ്ടായിരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ അപ്പനും അമ്മയും തിരക്കായി പോയാൽ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ലാത്തതിനാൽ പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പാകെയുള്ള ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമായ നിരുപദ്രവകരമായ കാര്യങ്ങളാണ് നമ്മൾ ആ കുഞ്ഞിന് ഈ ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ചെറിയ ചെറിയ പാട്ടുകൾ, ചെറിയ ചെറിയ കാർട്ടൂണുകൾ, ഇതൊക്കെയാണ് നാം കൊടുക്കുന്നത്. പക്ഷേ ഞാൻ വളരെ ശക്തമായി എന്നെ കേൾക്കുന്ന വല്യപ്പച്ചന്മാരോടും വല്യമ്മച്ചിമാരോടും അപ്പന്മാരോടും അമ്മമാരോടും പറയുന്നു, ഒരല്പം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പറയട്ടെ, 6 വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെയും കയ്യിൽ സ്മാർട്ട് ഫോണുകൾ കൊടുക്കരുത്. 12 വയസ്സ് വരെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. 6-ാം വയസ്സൊക്കെ ആകുമ്പോഴേക്കും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ആരംഭിക്കും. ആ സമയത്ത് ഈ കുട്ടി എന്ത് കാണുന്നു, എന്ത് ശീലിക്കുന്നു എന്നുള്ളത് ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാകും. അതുകൊണ്ട് 6 വയസ്സ് വരെ സ്മാർട്ട് ഫോൺ കൊടുക്കുവാൻ പാടില്ല എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശമൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇനി 6 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് സ്മാർട്ട് ഫോണുകളോ കൊടുത്താൽ തന്നെ അത് പേരൻ്റൽ ഗൈഡൻസോടുകൂടി മാത്രമേ ആയിരിക്കാവൂ എന്നും സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. അതല്ല എങ്കിൽ വളരെ അപകടകരമായ ഒരു പരിവർത്തനം ഈ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാം വെച്ചു കൊടുക്കുന്ന ഈ ചെറിയ കാർട്ടൂണുകൾ വീണ്ടും അപ്പനും അമ്മയും നല്ല തിരക്കാകും. കുട്ടി വളർന്നുകൊണ്ടിരിക്കും. നാം വിചാരിക്കും ഈ കാർട്ടൂണിൽ ഈ പൂച്ചയുടെ എലിയുടെയൊക്കെ കളിയിലാണ് കുട്ടിയിരിക്കുന്നത് എന്ന്. കുട്ടിക്കറിയാം ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് എപ്പോഴാണ് പോകേണ്ടത് എന്ന്. കുറേ കഴിയുമ്പോൾ കാർട്ടൂണുകളിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ കുട്ടിയുടെ കാഴ്ച പ്രവേശിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ ഭൂരിഭാഗം കാഴ്ചകളും വീഡിയോ ഗെയിംസ് അതുപോലെയുള്ള കാര്യങ്ങളിലാണ്. അതിനകത്ത് എന്താണുള്ളത്? 2 പ്രധാന കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത്. ഒന്ന് ഫൈറ്റുകൾ, രണ്ടാമത്തേത് ചേസിങ്. വാഹനങ്ങളുടെ ചേസിങ്, ഫൈറ്റിങ്സ്,
ഇതാണ് ആ തലത്തിൽ ആ കുട്ടി കാണുന്നത്. അതുകൊണ്ട് നിരന്തരമായി ഏതാനും മണിക്കൂറുകൾ തന്നെ ഒരേ കാര്യം കണ്ടാൽ, ഏതാനും ദിവസങ്ങൾ ഒരേ കാര്യം തന്നെ കണ്ടാൽ, അത് അവരുടെ ബ്രെയിനിലേക്ക് കോഡ് ചെയ്യപ്പെടുകയും അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് വന്നു ചേരുകയും അങ്ങനെ നമ്മുടെ കുട്ടികൾ കൂടുതൽ അഗ്രസീവായി മാറുകയും ചെയ്യുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ കുട്ടികൾ വളരെ അഗ്രസീവാണ്. അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അവർക്ക് തന്നെ അറിയില്ല. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഈ ഫോണൊന്ന് മാറ്റി നോക്കിക്കേ. ആ കുട്ടി കാണിക്കുന്ന പരാക്രമം നിങ്ങൾ ശ്രദ്ധിച്ച്. നിലത്ത് കിടന്ന് ഉരുണ്ട് നെഞ്ചത്തടിച്ച് ഇത് കാണാൻ ത്രാണിയില്ലാതെ അപ്പനും അമ്മയും വീണ്ടും ഇതിൻ്റെ കയ്യിൽ ഇത് തിരികെ കൊടുക്കും. ആ ലെവലിലേക്ക് ആ കുട്ടി ആയിരിക്കുന്നു. അപ്പം അങ്ങനെ ഈ കുട്ടിയുടെ പ്രതികരണങ്ങൾ വളരെ അഗ്രസീവായി, ഒരല്പം പോലും ക്ഷമയില്ലാതെ, നിങ്ങൾ ആ വീഡിയോ ഗെയിമുകളോ അതുപോലെയുള്ള കാര്യങ്ങളോ ശ്രദ്ധിച്ചാലറിയാം, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്, ഉടനെ തന്നെ റിസൾട്ട് ഉണ്ടാകുന്നതാണ്. നമ്മൾ പണ്ട് കർഷകരായിരുന്നതിനാൽ നമ്മുടെ ആത്മീയതയിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഒരു വെയിറ്റിംഗ്, ഒരു സാവകാശം, കാത്തിരിക്കുവാൻ, ഒരു വിത്തിട്ടാൽ വിത്ത് മുളച്ച് വളർന്ന് ഫലം കായ്ച്ചു വരുന്ന ഒരു വെയിറ്റിംഗ്, ഒരു പേഷ്യൻസ്, ഒരു ക്ഷമ നമുക്കുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അതില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്നതാണ്, പെട്ടെന്ന് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഈ കുട്ടികൾക്കും സംഭവിക്കുന്നത് അത് തന്നെയാണ്. വല്ലാതെ അഗ്രസീവാകുന്ന, വല്ലാതെ കോപിക്കുന്ന, വല്ലാതെ പ്രതികരിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, കാഴ്ചകളാണ് പ്രധാന പ്രശ്നം. എന്നെ കേൾക്കുന്ന വീണ്ടും ഗ്രാൻഡ് പേരൻസിനോടും പേരൻസിനോടും എനിക്ക് വളരെ വിനീതമായ ഒരഭ്യർത്ഥനയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ പേരൻറ് ചൈൽഡ് റിലേഷൻഷിപ്പിലെ, നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും വല്യപ്പന്മാരും വല്യമ്മമാരും തമ്മിലുള്ള ബന്ധത്തിലെ പ്രധാന പ്രതിസന്ധി എവിടെയാണ് ആരംഭിച്ചതെന്നറിയാമോ? കഥ പറച്ചിൽ നിന്നുപോയി. ഇന്ന് കഥ പറച്ചിലില്ല. പണ്ട് നമുക്ക് ധാരാളം കഥ പറയുമായിരുന്നു. ആ കഥ പറച്ചിലായിരുന്നു ഇമാജിനേഷൻസ് ഉണ്ടാകുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരുന്നതിനാൽ എനിക്ക് 2 മാസം പ്രായമായപ്പോൾ എൻ്റെ വല്യപ്പനെ ഏൽപ്പിച്ചിട്ട് അപ്പനും അമ്മയും ജോലിക്ക് പോയി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റമാണ്. എൻ്റെ വല്യമ്മ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ മരിച്ചു പോയതാണ്. അപ്പോൾ വല്യപ്പൻ്റെ കൂടെയാണ് ഞാൻ വളർന്നത്. വല്യപ്പൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ എത്രയധികം ചോദ്യങ്ങളാണ് വല്യപ്പനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യങ്ങൾ വളരെ നിസ്സാരമാണ്. ഈ ഇല എന്താ പച്ചിച്ചിരിക്കുന്നത്? ഈ ഇല എന്താ മഞ്ഞിച്ചിരിക്കുന്നത്? ഇങ്ങനെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഈ സംഭാഷണം, ഈ കഥ പറച്ചിൽ വേദപുസ്തകം വായിച്ചിട്ടായിരുന്നു അബ്രഹാമിൻ്റെ കഥയും ഇസഹാക്കിൻ്റെ കഥയും യേശുവിൻ്റെ കഥയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്ത കഥകളായിരുന്നു. ആ കഥ പറച്ചിൽ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ നഷ്ടം കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. ഈ ഫോൺ കൊടുത്ത് അതിന് പകരം വയ്ക്കാനായിട്ട് ശ്രമിക്കാതെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ചോദിച്ചാൽ പറയും, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാണെന്നല്ലേ പറയുന്നത്? നിങ്ങൾ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇത്. ഞാനൊരു പഴഞ്ചനാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ ചില പഴമകളാണ് ഇന്നും ഈ കാലഘട്ടത്തിലും മനുഷ്യ ജീവിതം നിലനിർത്തുന്നത് എന്നുള്ളത് വിസ്മരിക്കേണ്ട. അതുകൊണ്ട് കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ആഴമാക്കുന്നതിന് നമ്മുടെ കുട്ടികളുടെ കാഴ്ചകളെക്കുറിച്ച് നാം തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണം. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവർ ഫോണിൽ കാണുവാനായിട്ട് തുടങ്ങുന്നത്
ന്യൂഡിറ്റിയാണ്, നഗ്നതയാണ്. നാം അറിയുന്നില്ല. അതിനുള്ള ധാരാളം സാധ്യതകളാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുമ്പോൾ, ആ സമയമാകുമ്പോഴേക്കും നാം അവർക്ക് പ്രത്യേക മുറികൾ കൊടുക്കും. ഇതെൻ്റെ മകൻ്റെ മുറി, ഇത് മോളുടെ മുറി എന്ന് പറഞ്ഞ് പ്രത്യേകം മുറികൾ കൊടുത്ത് അവരുടെ ലോകം സൃഷ്ടിക്കുകയും ഈ സ്മാർട്ട് ഫോണുമായിട്ട് അവർ അവരുടെ മുറികളിലേക്ക് ഒതുങ്ങുകയും ചെയ്യുമ്പോൾ അവരുടെ കാഴ്ചയ്ക്ക് കുറേ കൂടെ സ്വകാര്യതയുണ്ടാകുന്നു. അവർ കാണുന്നത് നഗ്ന ചിത്രങ്ങളും നഗ്ന വീഡിയോകളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ്. എല്ലാവരുമാണെന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ജനറൽ ടെൻഡൻസി ഈ കാലഘട്ടത്തിൽ അല്പം കുട്ടികളെ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു വീട്ടിൽ 2 ആൺകുട്ടികളാണെങ്കിൽ അല്ലെ 2 പെൺകുട്ടികളാണെങ്കിൽ എന്തിനാ പ്രിയമുള്ളവർ ഈ 2 മുറി കൊടുക്കുന്നത്? 2 കൂടെ ഒരിടത്ത് കിടക്കട്ടെ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണെങ്കിൽ ഒരു 6-7 വയസ്സൊക്കെ വരെ ഒരു മുറിയിൽ കഴിഞ്ഞിട്ട് പിന്നെ 2 ആക്കാമെന്ന് പറയാം. 2-3 ആൺകുട്ടികളുള്ളവർക്ക് എന്തിനാണ് ഈ 3 മുറി കൊടുക്കുന്നത്? ഒരു മുറി പോരെ? ഞാൻ പഴഞ്ചനല്ലേ? പക്ഷേ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. ഇന്ന് ഞാൻ ഈ ചെങ്ങന്നൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഇളയ സഹോദരൻ്റെ ഫോൺ വന്ന് എവിടെയാണെന്ന്. ഒരു സഹോദരൻ ചെന്നൈയിലാണ്. വല്ലപ്പോഴും അവനും വിളിക്കും, ഞാനും വിളിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ആ വിളിയുടെ ആ കരുതലിൻ്റെ പ്രധാന കാരണം ഞങ്ങളുടെ വീട് അത്ര ചെറിയ വീടൊന്നുമല്ലായിരുന്നു, കുറേയധികം മുറികളുള്ള വീടായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 സഹോദരങ്ങളും കൂടെ ഒരു മുറിയിൽ പാർത്തതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോഴും ആ ബന്ധമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ട് ഈ തിരുമേനി ഇന്ന് രാത്രി വിളിക്കണ്ടായിരുന്നെന്ന്. ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, സ്വകാര്യ മുറികൾ, സ്വകാര്യമായ അവരുടെ പേഴ്സണൽ സ്മാർട്ട് ഫോണുകൾ, അവർ കാണുന്നത്, അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമൊക്കെ ആകുമ്പോഴേക്കും കണ്ടതൊക്കെ, അതിന് മുമ്പേ തുടങ്ങും എങ്കിലും കണ്ടതൊക്കെ ഒന്ന് അനുഭവിക്കുവാനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടാകും. നമ്മുടെ കാഴ്ചയ്ക്കൊരു പ്രശ്നമുണ്ടല്ലോ. നാം ഒരു കാര്യം കണ്ടാൽ, പ്രത്യേകിച്ചും നമ്മുടെ വികാരങ്ങളെ ഉണർത്തുന്ന കാഴ്ചകൾ കണ്ടാൽ, അത് നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന ഒരു പ്രകമ്പനം, അത് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിച്ച് അതൊരു ആക്ഷനിലെ അവസാനിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറയട്ടെ, ഈ കാഴ്ചകൾ തലച്ചോറിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം ശരീരത്തിലൂടെ വ്യാപിച്ച് ഒരു ആക്ഷനിൽ, ഒരു പ്രവൃത്തിയിൽ അവസാനിക്കും. അതുകൊണ്ട് തന്നെ 11-12 ക്ലാസ് ആകുമ്പോഴേക്കും അവളുടെ തലച്ചോറിൽ സൃഷ്ടിക്കുന്ന പ്രകമ്പനത്തിന് ഒരു കോൺസിക്വൻസ്, ഒരു എഫക്റ്റ് ഉണ്ടാകും. അത് അവരുടെ ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി അവരെന്തും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വളരും. അതിൻ്റെ ഒരു പെർവേർഷൻ, അതിൻ്റെ ഒരു മറ്റു വശം, അതിൻ്റെ പെർവേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം സഹോദരിമാരുടെ, സ്വന്തം മാതാവിൻ്റെ പോലും നഗ്നത കാണുവാൻ, അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ, ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചതിനാൽ അവിടെ ഏഷ്യയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ന്യൂറോ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, നിംഹാൻസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ചില വിഷയങ്ങൾ കേട്ട് ഹൃദയം പൊട്ടുകയാണ്. സ്വന്തം മാതാവിൻ്റെ, സ്വന്തം സഹോദരിയുടെ നഗ്നത കാണുവാൻ, ഫോട്ടോ എടുക്കുവാൻ, ഷെയർ ചെയ്യുവാൻ, അത് നല്ല വിലയ്ക്ക് വിൽക്കുവാൻ തയ്യാറാകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കാഴ്ചകളിലാണ് ആരംഭിക്കുന്നത്. 11ഉം 12ഉം ക്ലാസ്, അതും അതിനു മുമ്പേ ആരംഭിക്കും. പിന്നെ ആരംഭിക്കുന്നത് എന്താണ്? ഓൺലൈൻ ചാറ്റിംഗ്, ഫേസ് ടൈം എന്ന് വേണ്ട. കാരണം വേറെ ആരും ഇത് കാണുന്നില്ലല്ലോ. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് അവരവർക്ക് താല്പര്യമുള്ളവരെ, അവരെ ഓൺലൈൻ കോൺവെർസേഷൻ, അവരുടെ ചാറ്റിംഗ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് മക്കളോട്, മക്കളെ ചാറ്റിംഗ് പലപ്പോഴും ചീറ്റിംഗ് ആയി പോകും, സൂക്ഷിക്കണമെന്ന്. ചാറ്റിംഗ്
ഒരു പരിചയവുമില്ലാത്തവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. പിന്നെ എത്ര വാർത്തകളാണ് നാം ദിനം പ്രതി വായിക്കുന്നത്, എത്രയോ വാർത്തകളാണ്. ഒരു പരിചയവുമില്ലാതെ, ഒരു ശരിയായ അഡ്രസ്സ് പോലുമില്ലാത്ത ഒരാളോട് ചാറ്റ് ചെയ്ത്, ഒരാളോട് സംസാരിച്ച് 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. കോളേജ് തലമാകുമ്പോഴേക്കും ഇതിന് മൂർധന്യാവസ്ഥയിൽ എത്തും. കാണുന്നതിനും ചെയ്യുന്നതിനും ഒന്നും ഒരു പരിധിയില്ലാതെ വരികയാണ്. ഈ അടുത്ത സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു ഹോട്ടലല്ല, ഒരു ചെറിയ സ്ഥാപനം റെയ്ഡ് ചെയ്തപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മക്കളെ എല്ലാവരും സംശയിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ശ്രദ്ധിക്കണം. അപ്പോൾ കോളേജിലാകുമ്പോഴേക്കും ഇത് വേറൊരു തലത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നു. ഞാൻ വിചാരിച്ചു വിവാഹം കഴിച്ചാലൊക്കെ ഇത് അടങ്ങുമെന്നാണ് വിചാരിച്ചു. ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഒരു ഡിസിപ്ലിനും കൺട്രോളും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഞെട്ടിക്കുന്ന കണക്കുകളാണ്. വിവാഹിതരുടെ ഇടയിൽ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ, അസന്മാർഗീയ മാർഗങ്ങൾ പെരുകുന്നു എന്നുള്ളതിൻ്റെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ കൂട്ടായ്മകളുണ്ടല്ലോ, സ്കൂളിലെ ആളുകളുടെ ഗ്രൂപ്പ്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരുടെ ഗ്രൂപ്പ്, ഡിഗ്രിക്ക് പഠിച്ചവരുടെ ഗ്രൂപ്പ്, വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായെങ്കിലും കുടുംബജീവിതം അത്രയൊരു തൃപ്തിയല്ലാതിരുന്ന ഒരു സമയത്താണ് ഈ കൂട്ടായ്മയ്ക്ക് പോയി പഴയ കൂട്ടുകാരനെയും കൂട്ടുകാരിയും ഒക്കെ കണ്ടത്. ചുമ്മാ അതൊരു നമ്പർ കൊടുത്തതാണെന്നേ. അതങ്ങനെ അങ്ങ് വളർന്നു. അത് വളർന്ന് പന്തലിച്ച് സ്വന്തം ജീവിത പങ്കാളിയും മക്കളെയും ഉപേക്ഷിച്ച് ഈ പറയുന്ന ആളിൻ്റെ കൂടെ പോകുന്ന ഒരു ടെൻഡൻസി വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലമാണിത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, കണ്ണ്, കാഴ്ച അടയ്ക്കണം. കണ്ണേ മടങ്ങുക, കണ്ണേ അടങ്ങുക, കണ്ണ് അടയ്ക്കുക. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നതെങ്ങനെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിൽ, കാഴ്ച കേടുള്ളതെങ്കിൽ ജീവിതം മുഴുവനും ഇരുളായിരിക്കും. അപ്പം പിന്നെ കർത്താവ് പറഞ്ഞ നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞത് സാധിക്കുമോ? അതുകൊണ്ട് കണ്ണേ മടങ്ങുക, കണ്ണേ അടങ്ങുക, കാഴ്ച ലിമിറ്റ് ചെയ്യപ്പെടട്ടെ. രണ്ടാമത്തെ വാതിൽ കാതാണ്, കേൾവിയാണ്. മിക്കവാറും നാം എല്ലാവരും ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു കാഴ്ചയാണ്, 2 ചെവിയിലും ഒരു ഇയർഫോൺ വെച്ച് യാത്ര ചെയ്യുകയും നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആരും അടുത്തില്ല എങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അവരുടെ ഇയർഫോൺ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് അവരുപയോഗിക്കുന്നതാണ്. അതിന് നല്ല വശമുണ്ട്. അവരുടെ ഒരു പ്രൈവസി, മറ്റുള്ള ശല്യങ്ങൾ, ശബ്ദങ്ങൾ ഒക്കെ കേൾക്കാതെ അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പുറത്തെ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകുകയില്ല. അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതതിൻ്റെ നല്ല വശമാണ്. എന്നാൽ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിൻ്റെ വ്യാപാരത്തെ ബാധിക്കുന്ന കേൾവികളുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറുപ്പക്കാർ കേൾക്കുന്ന മ്യൂസിക്, റാപ്പ് മ്യൂസിക്, പോപ്പ് മ്യൂസിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? ശ്രദ്ധിച്ചാൽ കാണാം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇരിക്കുന്നിടത്തോ നിൽക്കുന്നിടത്തോ അവരുടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കും. അവർ കേൾക്കുന്ന, നമുക്ക് ആ മ്യൂസിക് ഒന്നും കേൾക്കാൻ സാധിക്കുന്ന, അവരുടെ കാതിലൂടെ അവർ കേൾക്കുന്ന ഈ മ്യൂസിക്കിനനുസരിച്ച്
അവരുടെ ശരീരം ചലിപ്പിക്കുന്നതാണ്. നൈനാനച്ഛനും ഞാനുമൊക്കെ ഷിക്കാഗോയിൽ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതാണ്. അവിടെ കൊടും തണുപ്പാണ്, -ഡിഗ്രിയിൽ ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഈ കാത്തിരിപ്പ് സ്റ്റേഷനിൽ ആ തണുപ്പത്ത് ബസ് കാത്തു നിൽക്കുന്ന പ്രത്യേകിച്ചും അമേരിക്കയിലെ ആളുകൾ അവരൊരു സ്ഥലത്ത് നിൽക്കില്ല. അവരുടെ ശരീരം ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം അധിക സമയം ആ സ്ഥലത്ത് അതുപോലെ നിന്നാൽ ഫ്രീസായി പോകും. അതുകൊണ്ട് അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമൊക്കെ ചെന്നപ്പോൾ എനിക്ക് വലിയ സംശയം തോന്നി. അപ്പോൾ എന്നെ കൊണ്ടുപോയി MK തോമസ് അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അത് തണുപ്പ് മാറ്റാനുള്ളൊരു മാർഗമാണ് എന്ന്. നമ്മുടെ നാട്ടിൽ തണുപ്പല്ല, ചൂടാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം അവർ കേൾക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് അവരുടെ ശരീരം ചലിപ്പിക്കുന്നതാണ്. ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ ഉയർന്ന ശബ്ദം ഒരാളുടെ സ്പന്ദനത്തെ ബാധിക്കും എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനവർ നൽകിയ പേര് ഏട്രിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ്. ഏട്രിയൽ ഫൈബ്രിലേഷൻ. ആ അവസ്ഥയ്ക്ക് അത് ഹൃദയത്തിൻ്റെ സ്പന്ദനം ഇറഗുലറാക്കും. ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകാനായിട്ട് ഇടയാക്കാം. സ്ട്രോക്ക് വരുത്താം. ഹാർട്ട് ഫെയിലിയർ വരെ വരുത്താമെന്ന് അവരുടെ പഠനം തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ചില പള്ളിപ്പെരുന്നാളിന് പോയാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നാസിക് ഡോൾ. ഇനിയും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ കുറേ ഇത് പറഞ്ഞതാണ് അതുകൊണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്നതിൻ്റെ വാശി തീർക്കാൻ കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ ഡബിൾ പരിപാടിയാണ് പല പള്ളികളിലും. എന്തായാലും സറാഫി തിരുമേനി പറയുകയല്ലേ, ഇതിൻ്റെ വാശി തീർത്ത് ഒരു സെറ്റ് ചെണ്ടയുള്ളിടത്ത് ഒരു 3 എണ്ണം അങ്ങ് വിളിച്ച്, നാസിക് ഡോൾ 2 എണ്ണം. പിന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ചില മൈക്കുകാരൻ എന്നോട് ക്ഷമിക്കണേ, നമ്മുടെ ഈ ബോക്സിൻ്റെ മുമ്പിലൊക്കെ ചെന്ന് നിന്നാൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഹൃദയം ഇങ്ങനെ ഹൃദയത്തിൽ വന്ന് ശബ്ദമടിക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ശബ്ദത്തിൻ്റെ ഒരു ലോകം, ആ ശബ്ദത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ചെവികൾ ഒന്നടയ്ക്കാനായിട്ടുള്ള സമയമായി. ഇനി മറ്റേത് പല കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ ചെറുപ്പക്കാർ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ചെറുപ്പക്കാർ കേൾക്കുന്ന കേൾവികളിൽ മലയാള ഭാഷയിലും മറ്റു ഭാഷയിലുമുള്ള തെറിപ്പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണ്ട, പഴയ കാലത്തും തെറിപ്പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് അത് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നു. തെറിപ്പാട്ടുകൾ കേൾക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ കേൾവികളിലൂടെ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ വ്യാപാരത്തെ ബാധിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇനി ബ്ലൂടൂത്തും ഇയർഫോണും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളുടെയും ചെവി ഒന്ന് അടയ്ക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് കേൾക്കാൻ ഒരു വല്ലാത്ത താല്പര്യം. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വന്നതോടുകൂടി വളരെ എളുപ്പമാണ്. ടൈപ്പ് പോലും ചെയ്യേണ്ട, ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേച്ചാൽ മതി. കേൾക്കുക, ഷെയർ ചെയ്യുക, അടുത്ത ആൾ 100 പേർക്ക് കേട്ട് കഴിഞ്ഞ് ഷെയർ ചെയ്യും. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് 1 മിനിറ്റ് പോലും ആലോചിക്കാതെ അന്വേഷിക്കാതെയും നമ്മുടെ കേൾവികളിലൂടെ നാം ചെയ്യുന്ന ഒരു അപരാധമാണിത്. എത്രയോ ആളുകളെയാണ്, എത്രയോ കുടുംബങ്ങളെയാണ് നശിപ്പിക്കുന്നത് ഈ കേൾവികൾ, ഈ ഷെയർ ചെയ്യലുകൾ. അതുകൊണ്ട് ശബ്ദങ്ങൾ ഒന്ന് കുറയട്ടെ. അപ്പോൾ കേൾവിക്ക് ഒരു നല്ല പശ്ചാത്തലം ഒരുങ്ങും. കാതുകൾ അടയ്ക്കുക, വലിയ ശബ്ദങ്ങളോട് നോ പറയുക, ദൈവശബ്ദം കേൾക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയെ നാം
നമ്മുടെ കേൾവികളിൽ, നമ്മുടെ കാതുകളിൽ സൃഷ്ടിക്കുക. മൂന്നാമത്തെ വാതിലാണ് വായ. നാവൂടെ ചേർത്ത് പറയാം, വായും നാവും. റോമർക്കെഴുതിയ ലേഖനം 1:29 മരണയോഗ്യൻ ആര് എന്ന് പറയുന്നതിൻ്റെ ലിസ്റ്റിൽ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏഷണിക്കാർ, കുരളക്കാർ എന്ന് പറഞ്ഞാൽ അപവാദം പറഞ്ഞ് വരുത്തുന്നവർ. മരണയോഗ്യമാണ്. നമ്മുടെ വായി കൊണ്ട് നമ്മൾ പറയും. 2 കൊരിന്ത്യർ 12:20 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏഷണി, കുശുകുശുപ്പ്. നമ്മുടെ വായ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു, അത് വലിയ കാട് കത്തിക്കുന്ന തീയാണ്. ചെറിയൊരു സ്പാർക്ക് മതി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാവിന് കടിഞ്ഞാണിടുക. ഗോസ്പൽ പറയേണ്ട പള്ളിയിൽ ഗോസിപ്പ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഗോസ്പൽ, സുവിശേഷം പറയേണ്ട പള്ളിയിൽ ഗോസിപ്പ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്തോരം പ്രശ്നങ്ങളാണ്. ഇന്നും ഒരു പള്ളിയിലെ പ്രശ്നം തീർത്താൻ ശ്രമിച്ചിട്ടാണ് വന്നത്. പരസ്പരം ഗോസിപ്പുകൾ പറയുകയാണ്. കുടുംബം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനിയേച്ചർ ചർച്ച്. സഭയുടെ, പള്ളിയുടെ ചെറിയ ഘടകമാണ് കുടുംബം. അവിടെ നമ്മുടെ വായ കൊണ്ട് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ വൈദികനായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരപ്പൻ കരഞ്ഞുകൊണ്ട് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് പള്ളിക്ക് വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അപ്പൻ എന്നോട് പറഞ്ഞു, അന്ന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇവിടെ പറയാൻ കൊള്ളാത്ത തെറി അപ്പനെ വിളിച്ചു. അപ്പം ഞാൻ മകനെയും അപ്പനെയും അമ്മയും ഒക്കെ ചേർത്ത് നിർത്തി സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വീട്ടിൽ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ് ഞാൻ കേട്ടത് എന്ന്. നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ വീട്ടിൽ നാം എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ വായിലൂടെ എന്തൊക്കെയാണ് വരുന്നത് എന്ന്. വളരെയധികം സൂക്ഷ്മത ഉണ്ടാകേണ്ട ഒരു കാലമാണ്. നമ്മുടെ വായ്ക്കും നമ്മുടെ നാവിനും നിയന്ത്രണമുണ്ടാകണം. എത്രയധികം ആളുകളെയാണ് നാം മുറിവേൽപ്പിക്കുന്നത്, എത്രയധികം ആളുകളുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ഒരു നിയന്ത്രണം, വായടയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇനി വായടയ്ക്കേണ്ട ഒരു 2ാമത്തെ തലമുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ, ഭക്ഷിക്കുന്നതിനും കുടിക്കുന്നതിനും പുകവലിക്കുന്നതിനും നോ പറയണം. വായടയ്ക്കേണ്ട സമയമായി. മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാഴ്ചയ്ക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. 2ാമത്തേത് ഭക്ഷണത്തിനൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. സാന്ദർഭികമായി ഒരു കാര്യം പറഞ്ഞോട്ടെ. ചെറുപ്പക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ നോമ്പ് കാലത്ത് വെജിറ്റേറിയൻ ഭക്ഷണം സഭ നിശ്ചയിക്കുന്നത് എന്ന്. അതിന് എനിക്ക് കിട്ടിയ ഉത്തരം, ആദിയിൽ ഏദനിൽ ആദാമിനും ഹവ്വായിക്കും യഹോവയായ ദൈവം ഭക്ഷിക്കുവാൻ കൊടുത്തത് വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാപം ചെയ്തതിന് ശേഷമാണ് കൊല്ലുവാനും തിന്നുവാനും തുടങ്ങിയത്. അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്കുള്ള മടക്കമാണ്. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിനെക്കുറിച്ചാണ്. വീണ്ടും അമ്മമാരിലേക്കൊക്കെ ഒന്ന് വരട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം എന്തായിരുന്നു? ഒരു കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും നല്ല ഫുഡ് എന്തായിരുന്നു? മുലപ്പാലായിരുന്നു. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുമായിരുന്നു. മറ്റു പല കാര്യങ്ങളും അതിനോട് ചേർത്ത് പറയാനായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഇന്ന് നമ്മളെല്ലാവരും പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെ ഉണ്ടായെന്നാണ് എൻ്റെ വിചാരം. അമ്മയുടെ മാറിൽ നിന്ന് കുഞ്ഞിനെ മാറ്റിയപ്പോൾ തുടങ്ങിയതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അമ്മയുടെ മാറോട് ചേർന്ന് മുലപ്പാൽ വലിച്ച് കുടിക്കുമ്പോൾ കുട്ടിക്ക് ഭക്ഷണവും കിട്ടിയിരുന്നു, അമ്മയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പും നെഞ്ചിൻ്റെ ചൂടുമൊക്കെ അറിയാമായിരുന്നു. എന്ന് കുഞ്ഞിനെ അമ്മയുടെ മാറിൽ നിന്ന് മാറ്റിയോ അപ്പോൾ ആരംഭിച്ചതാണ് അമ്മയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കാത്തത്, അമ്മയുടെ ശരീരത്തിൻ്റെ ചൂട് മനസ്സിലാക്കാത്തത്. അതിന് പകരം നാം കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ടിൻ ഫുഡുകൾ വളരെ അപകടകരമാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. അത് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ചില നൂഡിൽസുകളൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയണം പ്രിയമുള്ളവരെ. ഈ ടിൻ ഫുഡുകളിൽ ഹോർമോണിൻ്റെ അംശം കൂടുതലായതിനാൽ കുട്ടിയുടെ പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ച, ഹോർമോണുകളുടെ വളർച്ച, ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ നോമ്പ് കാലത്തെങ്കിലും തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പഠിപ്പിക്കണം പ്രിയമുള്ളവരെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികളുടെ സമ്മേളനത്തിൽ നോമ്പ് എത്ര പേര് നോക്കുന്നുണ്ട് എന്ന് ചോദിച്ച് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അവിടെ ഇരിക്കുന്ന ഒരു 50% കുട്ടികളും നോമ്പ് നോക്കുവാനായിട്ട് തീരുമാനിച്ചവരാണ്. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത്? അതിൽ സമയമില്ലാഞ്ഞതിനാൽ 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമെന്നാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ നോമ്പ് കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു പ്രേരണ നമ്മളുടെ കുട്ടികൾക്ക് നൽകേണ്ടതല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടതല്ലേ? കാരണം നമ്മുടെ ഭക്ഷണം നമ്മുടെ സ്വഭാവത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടത്തിയ ഒരു പഠനമുണ്ട്. ഏത് നാട്ടിൽ ജീവിക്കുന്നവരാണ് സാത്വികരായി എന്ന് പറഞ്ഞാൽ വലിയ അഗ്രസീവ്നെസ് ഒന്നുമില്ലാതെ വല്ലാതെ ശണ്ട കൂടാതെയൊക്കെ ജീവിക്കുന്നത് എന്നുള്ള പഠനത്തിൽ പാലക്കാടുകാരാണ് കേരളത്തിലെ ഏറ്റവും സൗമ്യമായി ഇടപെടുന്ന ആളുകൾ എന്ന് കണ്ടെത്തി. ഏറ്റവും വഴക്കുണ്ടാക്കുന്നവരാരാ? മധ്യ കേരളത്തിൽ ജീവിക്കുന്നവരാണ് ഏറ്റവും അഗ്രസീവായിട്ടും വഴക്കുണ്ടാക്കുന്നത്. കാരണം ഈ കാളയും പോത്തും കോഴിയുമെല്ലാം വല്ലാതെ ഭക്ഷിച്ച് അത് നമ്മുടെ സ്വഭാവത്തിലേക്ക് മാറി എന്നാണ്. അത് ഞാൻ ഇത് തമാശ പറയുന്നത്, ഞാൻ വായിച്ച ഒരു ലേഖനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം, നാം കഴിക്കുന്ന ഭക്ഷണം തീർച്ചയായും അതിനെക്കുറിച്ച് ആലോചിക്കണം. പുകവലി, മദ്യപാനം. മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ മദ്യവിൽപ്പനയുടെ തുക കുറഞ്ഞു. അത് സന്തോഷം നൽകിയെങ്കിലും അത് നൽകുന്ന ഒരു സൂചനയുണ്ട്. എന്തുകൊണ്ടാണ് മദ്യം കുറഞ്ഞത്? മയക്കുമരുന്ന് ഉപയോഗം കൂടിയത് കൊണ്ടാണ്. മയക്കുമരുന്ന് ഉപയോഗം കൂടിയതിനാൽ മദ്യപാനം കുറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. വായിലൂടെ, മൂക്കിലൂടെ, അതോടെ ചേർത്ത് പറഞ്ഞേക്കാം, വായിലൂടെ മൂക്കിലൂടെ കടക്കാൻ പാടില്ലാത്തതൊക്കെ കടന്ന് മദ്യപാനം ആയിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ ദിവസങ്ങളിലൊക്കെ നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ശണ്ടകൾ, കലഹങ്ങൾ, ഒരു കുട്ടിയുടെ തല തല്ലിപ്പൊട്ടിച്ചവനെ കൊല്ലുക, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ദുരുപയോഗമുണ്ട് എന്ന് ഓർക്കുക.
എല്ലാവരും ഇത് ആരംഭിച്ചത് ചെറുതായിട്ടാണ്. പക്ഷേ ആരംഭിച്ചവരിൽ ഒരു നല്ല ശതമാനവും രക്ഷപ്പെട്ടിട്ടില്ല, അവരുടെ കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നാം കാര്യമായിട്ട് പരിഗണിക്കണം. 2 കാര്യങ്ങളാണ് വായയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിൽ ഒന്ന് നമ്മുടെ സംസാരം, 2 നമ്മുടെ ഭക്ഷണ രീതി. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക. മൂക്കും ശ്വസനം കൂടെ വളരെ പെട്ടെന്ന് പറയാം, സമയം അതിക്രമിക്കുന്നതിനാൽ. ഞാനും നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ചെയ്യുന്നതും അത്യാവശ്യം ചെയ്യേണ്ടതും എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരു കാര്യമുണ്ട്. അതെന്താ? ശ്വസനമാണ്. നമ്മളിൽ എത്ര പേർ നമ്മുടെ ശ്വാസത്തെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്? ഞാനതിനെ ഒരു ധ്യാനമെന്ന് പറയാം. വെറുതെ ഇരുന്ന് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. കുറേ കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. മൂക്കിൽ കൂടി കയറി നാഭി വരെ എത്തുന്ന ശ്വാസം, നാഭിയിൽ നിന്ന് തിരിച്ച് മൂക്കിലൂടെ ഇറങ്ങിപ്പോകുന്ന ശ്വാസം. അറ്റൻഡ് യുവർ ബ്രെത്ത്. ഇതിനകത്തേക്കാണ് നാം പുകവലിച്ച് പുകയും അതുപോലെ തന്നെ മയക്കുമരുന്നും കടത്തിവിട്ടിട്ട് അത് നമ്മുടെ നാസാരന്ധ്രങ്ങളെ മാത്രമല്ല തലച്ചോറിനെയും ബാധിച്ച് പിന്നെ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് മൂക്ക്, ശ്വസനം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 5-ാമത്തെ വാതിലാണ് ത്വക്ക്. ഞാനതിന് സ്പർശനം എന്ന് പറയും. അരുതാത്തത്, അനുവദിക്കപ്പെടാത്തതിലേക്ക് കൈകൾ നീട്ടപ്പെടുക. ആദിയിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മനുഷ്യവർഗത്തിന് സംഭവിച്ച പരാജയങ്ങൾ അതാണ്. തൊടരുത്, പറിക്കരുത്, തിന്നരുത് എന്ന് പറഞ്ഞതിലേക്ക് കൈകൾ നീട്ടി. ആ വേദഭാഗത്ത് ആ പഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് കാണുവാൻ ഭംഗിയുള്ളതാണ് എന്ന്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചറിയുന്നില്ല, കാണുവാൻ ഭംഗിയുള്ളതെല്ലാം കഴിക്കാൻ കൊള്ളാമെന്ന് തിരിച്ചറിയുന്നില്ല. അങ്ങനെ അരുതാത്തതിലേക്കുള്ള സ്പർശനം. സമൂഹ മാധ്യമങ്ങളിലെ ചില വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ നാം വല്ലാതെ അസ്വസ്ഥരാകും. ഹൈസ്കൂൾ പോലും വേണ്ട, UP സ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ പഠിച്ച ഒരാളാണ്. ഇവിടെ ഇരിക്കുന്ന പലരും അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ ലൈബ്രറിയുടെ അടുത്ത് ഒരു ലവേഴ്സ് കോർണർ ഉണ്ടായിരുന്നു. പ്രേമിക്കുന്നവരുടെ ഒരു സ്ഥലമായിരുന്നു. വലിയ പ്രോഗ്രാം ഒന്നുമില്ലായിരുന്നു. നമ്മൾ പോകുമ്പോൾ കാണാതിരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ആ കുടയൊന്ന് മറച്ചു പിടിച്ച് അവർ വർത്തമാനം പറഞ്ഞിട്ടങ്ങ് പോകുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് കാണുന്ന കാഴ്ചകൾ അങ്ങനെയല്ല. അത് ദുഃഖകരമാണ്. വളരെയധികം വൈകൃതങ്ങളാണ്. കാണുവാൻ പാടില്ലാത്തത് കാണുക, സ്പർശിക്കുവാൻ പാടില്ലാത്തത് സ്പർശിക്കുക, എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാതെ കുട്ടികൾ പോലും ആയിത്തീരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് അതിനും നമുക്കൊരു നിയന്ത്രണം ആവശ്യമാണ്. നമ്മുടെ ത്വക്ക്, നമ്മുടെ സ്പർശനം അതൊക്കെ ദൈവികമാകുവാനായിട്ട് ഇടയാകട്ടെ. പഞ്ചേന്ദ്രിയങ്ങൾ അടയ്ക്കുക എന്നാണ് പറഞ്ഞത്. ഒരു 10 മിനിറ്റ് കൊണ്ട് 2ാം ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനെ തുറക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് തുറക്കേണ്ടത്? ഞാൻ പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി തുറക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണ് തുറക്കുക. എന്ത് കാണാനാണ്? നമുക്ക് ചുറ്റും നിൽക്കുന്ന പാവപ്പെട്ടവരെ കാണുവാൻ, നമുക്ക് ചുറ്റും നിൽക്കുന്ന വേദന അനുഭവിക്കുന്നവരെ കാണുവാൻ, പാർശ്വവൽക്കരിക്കുന്നവരെ കാണുവാൻ, ജീവിതങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരെ കാണുവാൻ ഒന്ന് കണ്ണ് തുറക്കണം പ്രിയമുള്ളവരെ. നിർഭാഗ്യവശാൽ നമ്മൾ മുഴുവൻ സമയവും ഈ സ്ക്രീനിൽ കണ്ണു നട്ടിരിക്കുന്നതിനാൽ നമുക്ക് ഈ കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളൊരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വന്ന്
ഒരു വീഡിയോ കണ്ടിരിക്കും. ഒരമ്മയുടെ തൊട്ടടുത്ത് ഒരു മകനിരിപ്പുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവൻ്റെ സ്മാർട്ട് ഫോണിൽ വീഡിയോ കാണുകയാണ്. അവൻ്റെ കാതുകളിൽ ഇയർഫോൺ ഉണ്ട്. തൊട്ടടുത്തിരിക്കുന്ന അമ്മ ഹൃദയസ്തംഭനം വന്ന് ഇവനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കൈയെത്തുന്നില്ല. അവിടെ ഇരുന്ന് ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് മകനുണ്ടായിട്ടും അമ്മയ്ക്കുണ്ടായ ഹൃദയാഘാതം അറിയാതെ അമ്മ അവിടെ മരിച്ചു വീഴുന്ന ഒരു വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. തൊട്ടടുത്തിരിക്കുന്നവരെ പോലും ഒന്ന് കാണുവാൻ കഴിയാത്ത കണ്ണാണ്. പാവപ്പെട്ടവരെ കാണുവാൻ കഴിയാത്ത കാഴ്ചയാണ് നമുക്കുള്ളത്. നമ്മുടെ ചുറ്റും എത്രയധികം ആളുകളാണ് പാവപ്പെട്ടവർ. നമ്മുടെ കൂടെ ആരാധിക്കുന്ന എത്ര പേർ ദുഃഖത്തിലാണ്. നമ്മുടെ കുടുംബത്തിലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, ഇവരെയൊക്കെ ഒന്ന് കാണുവാനായിട്ട് നമ്മുടെ കണ്ണ് തുറക്കണം. അതിനോട് ചേർന്ന് നമ്മുടെ കാതും തുറക്കണം. പാവപ്പെട്ടവൻ്റെ നിലവിളിക്ക് നമ്മുടെ കാതുകൾ തുറക്കണം. നിങ്ങൾ വായിച്ചു കാണും, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ബാങ്കുകളിലുമായിട്ട് ഏതാണ്ട് 60 കോടിയാണോ 630 കോടിയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, 60 കോടിയിലധികം രൂപ അൺക്ലെയിംഡായിട്ട് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിച്ചു, അവരുടെ കാലം കഴിഞ്ഞു കാണും, അവരെവിടെയാണെന്ന് അറിഞ്ഞില്ല, വേറെ ബോട്ട്സ് എവിടെയാണെന്ന് അറിയുകയില്ല. ആ പണത്തിന് അവകാശികളില്ലാതെ ഏതാണ്ട് 60 കോടിയിലധികം രൂപ പത്തനംതിട്ട ജില്ലയിലെ ബാങ്കുകളിൽ കിടപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ബാങ്കിൽ നിക്ഷേപിച്ചവരുടെ സ്വന്തം കുടുംബങ്ങളിലെ സഹോദരങ്ങൾ പട്ടിണിയിലായിരുന്നു, അവരുടെ അയൽവക്കത്ത് പട്ടിണിയുണ്ടായിരുന്നു, അവരുടെ സമീപം വേദനപ്പെടുന്നവരുണ്ടായിരുന്നു. അവരെ ഒന്നും കാണാതെ സമ്പാദിച്ച് ബാങ്കിലിട്ടത് അനുഭവിക്കുവാൻ ആളില്ലാതെ വരുന്ന ഒരു ദുസ്ഥിതി. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പറയും, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വല്യപ്പൻ അയൽവക്കക്കാരുമായിട്ട് ഒരല്പസ്ഥലത്തിനു വേണ്ടി ശണ്ടയുണ്ടാകുന്നത്. ഇതൊക്കെ പരസ്യമായിട്ട് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ തെറ്റല്ലെന്നാണ് എൻ്റെ വിചാരം. ശണ്ടയുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വല്യപ്പന് ശേഷം എൻ്റെ അപ്പന് ശേഷം ഞങ്ങൾ 3 പേര്, ഞങ്ങൾ 3 പേരെയും കൂടെ വിളിച്ചു കൂട്ടി അപ്പൻ ഈ വസ്തുവിനെക്കുറിച്ചും പണത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ ഇളയ സഹോദരൻ അപ്പനോട് പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് ഈ വീട് നിൽക്കുന്നതും 10 സെൻറ്റും കൂടെ മതിയെന്ന്. എനിക്ക് ഈ വീട് നിൽക്കുന്നതും 10 സെൻറ്റും കൂടെ മതിയെന്ന്. എൻ്റെ ഒരു അനുജൻ ചെന്നൈയിലാണ്. വീതം വെച്ച് കൊടുത്താൽ ഉറപ്പായും അവനത് വിറ്റ് കാശും കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ള വസ്തു, അപ്പം ഞാൻ പറഞ്ഞു എനിക്കൂടെ കുറച്ച് തരണമെന്ന് പറഞ്ഞു, തന്നില്ല. എന്തായാലും 3-ാം തലമുറ വന്നപ്പോൾ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പരവേശം നാം പിടിക്കുന്നതെങ്കിൽ കണ്ണൊന്ന് തുറക്ക്, കാതൊന്ന് തുറക്ക്, മനസ്സൊന്ന് തുറക്ക്, പാവപ്പെട്ടവനെ ഒന്ന് കാണ്, അവരുടെ ദുഃഖങ്ങളെ ഒന്ന് കേൾക്ക്, അവരുടെ ജീവിതത്തിൽ ഒന്ന് കൂടെ നിൽക്ക്. ഇത് വേണ്ടതല്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് തുറക്കപ്പെടേണ്ടത് ഈ കണ്ണുകളാണ്, തുറക്കപ്പെടേണ്ടത് ഈ കാതുകളാണ്, തുറക്കപ്പെടേണ്ടത് ഈ മനസ്സാണ്. വായും തുറക്കണം. ഞാൻ മുമ്പേ പറഞ്ഞത് വാ തുറക്കരുതെന്ന. വായ തുറക്കണം, നല്ലത് പറയാൻ തുറക്കണം, അനീതിക്കെതിരെ സംസാരിക്കുവാൻ തുറക്കണം, നീതിക്ക് വേണ്ടി പോരാടുവാൻ തുറക്കണം. പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധനയ്ക്ക് പള്ളിയിൽ വന്ന് വാ തുറന്ന് പാടണം. ഉണ്ടോ? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പൊതുയോഗത്തിലെ ശബ്ദം അങ്ങ് കുറയ്ക്കും, ആരാധനയുടെ ശബ്ദം കൂട്ടും. ഇന്ന് നേരെ തിരിച്ചാണ്. പൊതുയോഗത്തിൽ വലിയ ശബ്ദമാണ്, ഒരു ആമീനും കുറിയലായസോനും, പ്രത്യേകിച്ചും കൊയറുണ്ടെങ്കിലും ഇല്ലെങ്കിലും തുബ്ദേൻ്റെ സമയത്ത് ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ ആമീനുമില്ല, കുറിയലായസോനുമില്ല, ചൊല്ലുന്ന അച്ഛൻ തന്നെ ചൊല്ലിക്കോണം. വായ അനങ്ങത്തില്ല, വായ തുറക്കത്തില്ല,
ആരാധിക്കാൻ വായ തുറക്കില്ല, അട്ടഹസിക്കാൻ വായ തുറക്കും. പള്ളിയിലെ ദുസ്ഥിതിയല്ല ഇത്. അതുകൊണ്ട് വായ തുറക്കണം, അനീതിക്കെതിരെ തുറക്കണം, ശബ്ദം ഉയർത്തണം, ആരാധിക്കുവാൻ വായ തുറക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ, പൊതുയോഗത്തിലൊന്ന് ശബ്ദം കുറയ്ക്കുക. ഞാനിരുന്ന ഷിക്കാഗോ പള്ളിയിൽ ഒരു പ്രാവശ്യം MK തോമസ് അച്ഛൻ അനൗൺസ്മെൻ്റ് നടത്തുകയാണ് പൊതുയോഗത്തെക്കുറിച്ച്. അപ്പോൾ അവിടുത്തെ പൊതുയോഗം വളരെ ശാന്തമായി നടക്കുന്ന ഒരു പൊതുയോഗമാണ്. അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി, ഞാനപ്പോൾ കുട്ടികളുടെ ഇടയിലിരിക്കുക, ആ കുട്ടി പറയുന്നത് ഇറ്റ്സ് ബോറിങ്. ഏതാ? പൊതുയോഗം ബോറിംഗ് ആണെന്ന്. നമ്മളോട് ചോദിച്ചാൽ പറയുമോ പൊതുയോഗം ബോറിംഗ് ആണെന്ന്? ഇനി അടുത്ത പൊതുയോഗം വരുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് പൊതുയോഗം വരുന്നുണ്ട്. നമ്മൾ നല്ല കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിതൊരു ബോറിങ്ങേ അല്ല. കാരണം പൂർവാധികം ശക്തിയോടെ നമ്മളിങ്ങനെ പൊതുയോഗത്തിൽ ശബ്ദം ഉയർത്താനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ എന്താണ് ഇത് തുറക്കാത്തത്? വായ തുറന്ന് പാടണ്ടേ? വായ തുറന്ന് പ്രതിവാക്യം പറയണ്ടേ? അതില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് വായ തുറക്കണം. ഈ ശ്വാസത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. നമ്മുടെ ശ്വാസം ഒന്ന് അറ്റൻഡ് ചെയ്യണം, നമ്മുടെ മൂക്കിനെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ലോർഡ്സ് പ്രേയർ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ജീസസ് പ്രേയർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മെഡിറ്റേറ്റ് ചെയ്യണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ യേശുവേ ദൈവപുത്ര എന്നും, ശ്വാസം നിശ്വസിക്കുമ്പോൾ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ റിപ്പീറ്റഡായിട്ട് ശ്വാസോച്ഛ്വാസത്തോട് ചേർന്ന് ധ്യാനിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് പ്രെയർ ഓഫ് ദ ഹാർട്ട് എന്നൊരു വിശേഷണം കൂടെയുണ്ട്. കുറേ കഴിയുമ്പോൾ ഇത് ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേ ഓഫ് ദ പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ സ്പിരിച്വൽ ബുക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്, പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസത്തോട് ചേർന്ന് ധ്യാനങ്ങൾ ഉണ്ടാകട്ടെ. ഇനി നിങ്ങൾക്ക് തന്നെ ധ്യാനം ഉണ്ടാക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കുറിയേ ലായിസോൻ, ഇതെല്ലാം നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ശ്വാസത്തോട്, നമ്മുടെ മൂക്കിനോട് ചേർന്ന് അതുണ്ടാകട്ടെ. നമ്മുടെ സ്പർശനങ്ങൾ നല്ല സ്പർശനങ്ങളാകട്ടെ, സാന്ത്വനം നൽകുന്നവയാകട്ടെ, വീഴുന്നവനെ താങ്ങുന്ന കൈകളാകട്ടെ, സ്വർഗത്തേക്കുയർത്തി പ്രാർത്ഥിക്കുന്നവയാകട്ടെ, അനുഗ്രഹിക്കുന്നതാകട്ടെ. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ചെയ്യാറില്ലേ? അച്ഛന്മാർ മാത്രമല്ലല്ലോ, വല്യപ്പച്ചന്മാരെ കൊച്ചുമക്കളെയൊക്കെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു വിടാറല്ലേ? എന്താ പ്രിയമുള്ളവരെ അപ്പോൾ സംഭവിക്കുന്നത്? എൻ്റെ ഈ കൈയുടെ ഈ ഭാഗം ഒരു പവർ സ്റ്റേഷനാണ്. നിങ്ങൾ കുറച്ചൊക്കെയെങ്കിലും യോഗയും ഒക്കെ പഠിച്ചാൽ അത് പഠിക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഈ ഭാഗം ഒരു പവർ സ്റ്റേഷനാണ്. എൻ്റെ തിരുനെറ്റി അല്ലെങ്കിൽ എൻ്റെ മൂർധാവ് എന്ന് പറയുന്നതും ഒരു പവർ സ്റ്റേഷനാണ്. അപ്പോൾ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് പവർ സ്റ്റേഷൻ ഒന്നിച്ച് വരുമ്പോൾ രണ്ടുപേരുടെയും ചിന്താധാര ഒന്നാണെങ്കിൽ പോസിറ്റീവ് എനർജി പ്രവഹിക്കും. രണ്ടുപേരുടെയും എനർജി ലെവൽ രണ്ടാണെങ്കിൽ ഒരു ആക്ഷൻ നടക്കുമെന്നേ ഉള്ളൂ. ഇതുതന്നെയാണ് നമ്മുടെ ആരാധനയിലുള്ള സമാധാനത്തിൻ്റെ ശുശ്രൂഷ. എൻ്റെ ചിലർ സമാധാനം നൽകുന്നതൊക്കെ കണ്ടാൽ വളരെ ദുഃഖകരമാണ്. എൻ്റെ ഈ കൈ ഞാൻ സമാധാനം കൊടുക്കുന്ന ആളിൻ്റെ രണ്ട് കൈകളുടെ ഇടയിൽ വരികയും അയാളുടെ ഒരു കൈ എൻ്റെ രണ്ട് കൈകളുടെ ഇടയിലാകുമ്പോൾ എൻ്റെ ഈ പവർ സ്റ്റേഷനും അയാളുടെ പവർ സ്റ്റേഷനും ഒന്നിക്കുമ്പോൾ ആ സമാധാനം നൽകുന്ന ആ നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താവ്യാപാരങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയായി അയാളിലേക്ക് വ്യാപിക്കും. അത് നെഗറ്റീവ് എനർജിയാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്പർശനങ്ങൾക്ക് വലിയ പവറുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് വലിയ പവറുണ്ട്. അതൊക്കെ
ഒന്ന് തുറക്കുവാൻ, നമ്മുടെ നല്ല സ്പർശനങ്ങൾ സാന്ത്വനം നൽകുന്നവ, കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഇങ്ങനെ ഒരു ലെവലിലേക്ക് വളരുവാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ 5 വാതിലുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞ അതേ 5 വാതിലുകൾ ഈ വിധത്തിൽ തുറക്കണം. എഫാത്ത, തുറന്നു വരട്ടെ. ഈ നോമ്പിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഈ പ്രാർത്ഥന, ഈ തീം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവന്ദനായ തിരുമേനിയോടും നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ 150-ാം വാർഷികത്തിൽ എല്ലാവർക്കും ക്ഷണക്കത്ത് കിട്ടിക്കാണും, അച്ഛന്മാർക്കും പള്ളികൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നിന്നും എല്ലാ പള്ളികൾക്കും ക്ഷണക്കത്ത് അയക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. കിട്ടിയിട്ടുണ്ടെന്ന് ചില അച്ഛന്മാർ തല ആട്ടുന്നുണ്ട്. ആ ഭദ്രാസനം ഈ ഭദ്രാസനത്തിൻ്റെ മാതൃഭദ്രാസനമാണ്. തുടർന്നുള്ള പരിപാടികളിലും ചടങ്ങുകളിലും പ്രാർത്ഥനാപൂർവം നിങ്ങൾ സഹകരിക്കണമെന്ന് കൂടെ ഓർമ്മിപ്പിച്ച് വാക്കുകളെ ചുരുക്കുന്നു.